കോഴിക്കോട് വടകര മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. ഇരു മണ്ഡലങ്ങളിലും പോളിംഗിലുണ്ടായ കുറവ് UDFനെ ആശങ്കയിലാക്കുന്നു. വോട്ട് കണക്കെടുപ്പും വിലയിരുത്തലുമായി ബലമറിയാനുള്ള കാത്തിരിപ്പിലാണ് മുന്നണികൾ. 15 വർഷമായി കൈവിട്ട കോഴിക്കോട് മണ്ഡലം എളമരം കരീമിലൂടെ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. 6% പോളിംഗ് കുറഞ്ഞത് LDFനെ ബാധിക്കില്ല. UDF കേന്ദ്രങ്ങളിലാണ് പോളിംഗ് കുറഞ്ഞത്. വടകരയിൽ വർഗീയ ധ്രുവീകരണ ശ്രമം പരാജയപ്പെട്ടു എന്നാണ് UDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നതെന്നും CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ പറഞ്ഞു. കോഴിക്കോട് എളമരം കരീമും വടകരയിൽ KK ശൈലജ ടീച്ചറും ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കും. ഇന്നലെ വരെ ഇടതുപക്ഷ മുന്നണിയെ അകലെ നിന്ന് നോക്കിക്കണ്ട, അടുത്തു വരുന്നതിന് തയ്യാറാവാത്ത, അറപ്പോടെ ഞങ്ങൾ നോക്കിക്കണ്ട വിഭാഗമടക്കം ഇടതുപക്ഷത്തെ സ്വീകരിക്കാനും LDFൽ വോട്ട് ചെയ്യാനും സന്നദ്ധമായിട്ടുണ്ട്. ഇതെല്ലാം വലിയ ഘടകങ്ങളാണ്. അതുകൊണ്ട് രണ്ടിടത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലും നല്ല വ്യക്തമായ മേധാവിത്വത്തോടുകൂടി ജയിച്ചു വരാൻ പോവുകയാണ്. ഇരു മണ്ഡലങ്ങളിലും പോളിംഗിലുണ്ടായ കുറവ് UDFനെ ആശങ്കയിലാക്കുന്നുണ്ട്. UDF കേന്ദ്രങ്ങളിലാണ് കുറവ് രേഖപ്പെടുത്തിയത്. പോളിംഗ് വൈകിപ്പിക്കാൻ ശ്രമം നടന്നു എന്ന ആരോപണവും UDF ഉയർത്തുന്നുണ്ട്. എങ്കിലും കോഴിക്കോട് വടകര മണ്ഡലങ്ങൾ നിലനിർത്താനാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. വടകരയും കോഴിക്കോടും റെക്കോർഡ് ഭൂരിപക്ഷത്തിന് NK രാഘവനും ഷാഫി പറമ്പിൽ വിജയിക്കും. വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ തിരുവമ്പാടിയിൽ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി നൽകും. ഇരു മണ്ഡലങ്ങളിലും നല്ല പ്രചാരണം നടത്തിയെന്നാണ് NDA വിലയിരുത്തൽ. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അവസാന കണക്ക് പുറത്തു വന്നതോടെ മെഷീനിലായ വോട്ട് ആർക്കനുകൂലമാകുമെന്ന് കാത്തിരുന്നു കാണാം. കൈരളി ന്യൂസ്, കോഴിക്കോട്.